തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ ഭരണം കോർപ്പറേഷനിൽ അട്ടിമറിക്കാം എന്നുള്ള UDF-ൻ്റെയും LDF-ൻ്റെയും ആ മോഹത്തിന് ഒരു ചെറിയ മങ്ങലേറ്റിരിക്കുകയാണ് എന്ന് പറയാം. സുഗതന് കൗൺസിലർ, BJP കൗൺസിലർ സുഗതന് നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറാണ്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നിൽക്കുന്നത് കാപ്പ കേസാണ്. ഇത് സത്യത്തിൽ സുഗതനെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടി ഇനി നടത്തിയ ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കും. കാരണം ഈ അടിപിടി കേസിലല്ലയോ ഇയാളെ റിമാൻഡ് ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ ഈ ഇയാളുടെ പഴയ കേസെല്ലാം കൂടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് കാപ്പ കൊടുത്ത് വിടുകയായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അത് പഠിച്ചെങ്കിൽ മാത്രമേ അത് അറിയത്തുള്ളൂ. എന്താണെങ്കിലും ശരി, സുഗതൻ തിരിച്ചു വരുമെന്ന് ഉറപ്പായതോടെ ഇവർക്ക് വലിയ മോഹഭംഗമായിട്ടുണ്ട്, ഈ LDF-നും UDF-നും. കാരണം സുഗതന് 2 വിഷയങ്ങളാണ് സുഗതൻ്റെ മുന്നിലുള്ളത്, 2 വെല്ലുവിളി. ഒന്ന്, അദ്ദേഹം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് രണ്ടാമത് സത്യപ്രതിജ്ഞയാണ്. അത് ചെയ്യാനുള്ള സമയപരിധി 14-നോ 15 കണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു, നടക്കുന്നില്ല. ആ സമയം നോക്കി പിന്നെ അതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിന് എന്താ പറയുന്നത്, 3 കമ്മിറ്റികൾ തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ അംഗത്വം നഷ്ടപ്പെടും. 3 കൗൺസിലുകളിൽ തുടർച്ചയായി ഹാജർ. ഇപ്പോൾ 2 കൗൺസിലുകളിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞു. 3-മത്തേൽ അദ്ദേഹത്തിന് എങ്ങനെയും കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തേ പറ്റൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നെടുമങ്ങാട് കോടതിയെ സമീപിച്ചത്. നമുക്കറിയാം, കേസറിയാം, CPM നേതാവിനെ വെട്ടിയ കേസ് അല്ലേ. അത് ക്ഷേത്രത്തിലെ ഉത്സവത്തെ ചൊല്ലി തർക്കം ഉണ്ടാവുകയും CPM നേതാവിനെ വെട്ടുകയും ചെയ്ത കേസ്. പോലീസ് പിടിക്കാൻ വന്നൊക്കെ വലിയ സംഭവമായിരുന്നല്ലോ. വെടിവെച്ചാണല്ലോ വെടിവെച്ച് കൂട്ടിലാക്കി എന്ന് പറഞ്ഞാൽ ഈ മയക്ക് വെടി വെച്ചു എന്നൊക്കെ പറയുന്ന പോലെ അന്തരീക്ഷത്തിലോട്ട് വെടിവെച്ച് വലിയ ഷോയൊക്കെ നടത്തിയാണ് സുഗതനെ പിടിച്ചത്. കാരണം സുഗതൻ മത്സരിക്കുമ്പോൾ തന്നെ കാപ്പ കേസ് പ്രതിയാണ് അല്ലേ. അതെ, മാത്രമല്ല സുഗതൻ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ അത്ര മോശക്കാരനായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഇതുപോലത്തെ ഇതിൻ്റെ വേറെ പതിപ്പായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം അത് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും എൻ്റെ സുഹൃത്തിൻ്റെ വിളിച്ചു വെച്ചു. എന്താണെങ്കിലും ഒരു ഉത്തരേന്ത്യൻ മോഡലാണ് നമുക്കിവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികൾക്കും കേസില്ലെന്നാണ്. എല്ലാവർക്കും കേസുണ്ട്. പക്ഷേ അത് എന്ത് കേസാണ്? ഒന്ന് ഈ ബസ്സിന് കല്ലെറിഞ്ഞത്, അല്ലെ വഴി തടഞ്ഞത്, അല്ലെങ്കിൽ മാർച്ച് നടത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള കേസാണ്. അതിനൊക്കെ കൂടി വന്ന ഒരു 1000-1500 രൂപ പെറ്റി കേസ് അടിച്ച് പോകുന്ന കേസുകളാണ് മിക്കുള്ളവർക്കും ഉള്ളത്. പിന്നെ ഒരു ഗ്രേഡൂടെ കടന്ന് കൊലക്കുറ്റത്തിന് പോയവരും ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ നോർത്തിലെ UP-ലെയും ഒക്കെ പോലെ കേരളത്തിലെ എൻ്റെ ഒരു BJP-കാരൻ സുഹൃത്ത് പറഞ്ഞതല്ല, കേരളത്തിലെ BJP പ്രവർത്തകരെ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ LDF-ഉം UDF-നും പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ഒരു ഗുണം, ഇപ്പോൾ LDF നേതാക്കന്മാരെ പേരിൽ പ്രവർത്തകരുടെ പേരിൽ UDF കേസെടുത്താൽ അടുത്ത അവരെ ഭരണത്തിൽ വരുമ്പോൾ കേസിലെ പിൻവലിക്കും, മറിച്ച് സംഭവിക്കും. പക്ഷേ BJP-യുടെ ഭരണത്തിൽ വരാത്തടത്തോളം കാലം ഈ സകല കേസ് അവിടെ തന്നെ കിടക്കും എന്നുള്ളിടത്താണ്. അല്ല, നോർത്തിലെ എല്ലാ പാർട്ടിക്കും ഗുണ്ടകൾ സ്ഥാനാർത്ഥികളാകുന്നുണ്ട്, MP ആകുന്നുണ്ട്, മന്ത്രിയാകുന്നുണ്ട്, അങ്ങനെ പലതും. പപ്പു യാദവ് ഒക്കെ ഇല്ലേ, പപ്പു യാദവ് ബീഹാറില്, പപ്പു യാദവ്. പിന്നെ ഇടയ്ക്ക് ഒരു പാർട്ടി തട്ടിക്കൂട്ടി കേരളത്തിൽ വന്ന് മറ്റേ പഴയ AV താമരാജനൊക്കെ പോയി ചേർന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ നേതാവൊക്കെ ഇതുപോലത്തെ ഗുണ്ടകളാണ്. അപ്പം അങ്ങനെയുള്ളവർ ഇതൊരു വടക്കേന്ത്യൻ സംസ്കാരമാണ്. ഈ കാപ്പ കേസ് പ്രതികളും ഗുണ്ടകളും ഒക്കെ ജനപ്രതിനിധികളാകുന്ന ഒരു സംസ്കാരം. പക്ഷേ ഇതെങ്ങനെ കേരളവും ബംഗാളും പ്രബുദ്ധര നാടാണെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. ഒരേപോലെ ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ കേരളത്തിൽ ഒരു കാപ്പ കേസ് പ്രതിയെ BJP മത്സരിപ്പിക്കുകയും ആ കാപ്പ കേസ് പ്രതി അവിടെ വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ പറയുന്ന എന്തുകൊണ്ടാണ്, ഈ പറയുന്ന പ്രബുദ്ധരുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിജയിച്ചത്? അല്ല, അത് ഇവിടെ സ്വാഭാവികം നമ്മൾ വരുന്നൊരു ചോദ്യമാണ്. ഈ മാത്രമല്ല, ഇത്തരം ആളുകളെ മഹത്വവൽക്കരിക്കാൻ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് സത്യമാണ്. മാസമായിട്ട് അയാൾ ഇങ്ങനെ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞ് റീൽസൊക്കെ ഇട്ട് ഇവരെന്തോ ഗംഭീര കക്ഷികളാണ് എന്നുള്ള ഒരു ധാരണ സാധാരണക്കാർക്കിടയിൽ പരത്താൻ ഇതും ഒരു കാരണമായിട്ടുണ്ട്. ഈ അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കരി പോലെയുള്ള യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസവും മറ്റ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാർ റീൽസൊക്കെ ഇട്ട് അവർ വലിയ കളിക്കും. അവർ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിക്കുന്ന അതൊന്നും സിനിമാ നടന്മാർ തോറ്റുപോകുന്ന തരത്തിലുള്ള റീൽസുകളുമായിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. ഏതാണ്ട് അതേപോലെയാണ് ഈ സുഗതൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. സുഗതൻ എന്ന് പറയുമ്പോൾ കാപ്പ കേസ് പ്രതിയാണ്. അദ്ദേഹം രാഷ്ട്രീയ സംഘടനകളിലാണെന്ന് തോന്നുന്നു കൂടുതലും ഇത് വന്നിട്ടുള്ളത്. എങ്കിലും കാപ്പ എന്ന് പറയുന്നത് ആ ഒരു കേസിൽ തലയൂര എളുപ്പമല്ല. അത് മാത്രമല്ല, ഈ കാപ്പ കേസ് പ്രതിയായിട്ട് മുദ്ര കുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തോ വലിയ ഗുണ്ടയാണെന്നും
വലിയ കുഴപ്പക്കാരനാണെന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത് അല്ലേ? ഈ പോലീസ് സ്റ്റേഷനിൽ കേളി ലിസ്റ്റിൽ പെടുത്തൂലേ അതിന്റെ വേറെ പതിപ്പാണ്. അതിനേക്കാളും മുന്തിയാണ് ഇത് കാപ്പ കേസ്. ജില്ലയിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത എത്രയോ പേരുണ്ട്. സ്വന്തം ജില്ലയിൽ മാതൃ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ചില കാപ്പ കേസ് പ്രതിക്ക് നിർദ്ദേശമുള്ള കിട്ടിയിട്ടുള്ള നമുക്കറിയാം. ഈ ഏറ്റവും കൂടുതൽ കാപ്പ കേസ് പ്രതികളെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന് സംഭാവന ചെയ്യുന്നത് CPM തന്നെയാണ്. കാരണം ഇവരുടെ ആൾക്കാരാണ് ഈ DYFIയിലേക്കും അതുപോലെ CPMലേക്കും ഒക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങനെ എടുക്കും. അവന്മാരവിടെ 10-15 കേസുമായിട്ടായിരിക്കും നിൽക്കുന്നത്. അവന്മാർ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയാണ് CPMലോട്ട് വന്നത്. നേരത്തെ നമ്മുടെ മന്ത്രി ആരോഗ്യമന്ത്രിയായിരുന്നു നേതൃത്വത്തിലാണ് ഈ കാപ്പ കേസ് പാർട്ടിക്ക് എടുത്തത്. എന്നിട്ട് ഇവന്മാരെന്ത് ഇവിടെ വന്നിട്ട് ഭരണത്തിലാണല്ലോ ഞങ്ങളുള്ളത്, എന്നാ പിന്നെ 10 പേരെ വെട്ടിയേക്കാം, അല്ലെ 10 കേസിൽ പെട്ടേക്കാം. ഉടനെ പെടുന്ന കുറേ എന്ത് ചെയ്യുന്നു, പോലീസിന്റെ പണി ചെയ്യും. എനിക്കൊന്നും വീണ ജോർജ് പാർട്ടിയിലേക്ക് എടുത്ത 1-2 പേര് ഉടൻ തന്നെ കേസിൽ അടുത്ത കേസിൽ അത് കഞ്ചാവ് കേസ് വരെ പ്രതികളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തൊട്ട് 14-ാം തീയതി രാത്രി 9 മണി വരെയാണ് ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ ഇത് സത്യപ്രതിജ്ഞ, കാരണം ജനപ്രതിനിധിയാണല്ലോ. സത്യപ്രതിജ്ഞ രണ്ടാമത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. കാപ്പ കേസ് പ്രതി ആയതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ചെന്ന് അവിടുന്ന് ജാമ്യം അനുവദിച്ചെങ്കിൽ മാത്രമേ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം, ഇനിയിപ്പോൾ അന്നത്തേക്ക് ഒരു കൗൺസിൽ യോഗം വയ്ക്കുമോ എന്നുള്ളതാണ്. പക്ഷേ നടക്കത്തില്ല. അടിയന്തര യോഗം വെക്കാനാണെങ്കിൽ പോലും ഇത്ര ദിവസത്തെ ഇടവേള വേണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇത്ര ദിവസത്തിന് മുമ്പ് അജണ്ട കൊടുത്ത് അതെല്ലാം ഇവരുടെ തദ്ദേശ ഭരണ വകുപ്പിന് ഇതിന്റെ നിയമങ്ങളും ചട്ടമൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ ഇയാൾക്കൊണ്ട് യോഗം വിളിക്കാനും പറ്റില്ല. അല്ലെ അങ്ങനെ വരുന്ന ദിവസത്തേക്ക് ഒരു കൗൺസിൽ യോഗം കൂടെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ ഈ വീണ്ടും 3 കൗൺസിൽ യോഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, BJP വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. കാരണം ഒരാളിൻ്റെ സ്വതന്ത്രനായ ഒരാളിൻ്റെ M രാധാകൃഷ്ണൻ്റെ മാത്രം പിന്തുണയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ നമ്മുടെ കാപ്പ കേസ് പ്രതിയുടെ സുഗതൻ്റെ ജാമ്യം കിട്ടാതെ വരികയും ഇയാൾ അകത്തിന് കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ ഭരണപ്രതിസന്ധി ഉണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുകൂടെ കിട്ടണം. കാപ്പ കേസിൽ ജാമ്യം കൂടെ വന്നെങ്കിൽ ഇതിൻ്റെ പേരിൽ ആ കാപ്പ കേസിൽ ഇടക്കാല ജാമ്യം, ഇതിപ്പോൾ ഇടക്കാല ജാമ്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കേ ഉള്ളൂ. എങ്കിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എന്താ പറയുന്നത്, ഒരു ജീവവായു പോലെ ആയി പോയിട്ടുണ്ട്. പെട്ടെന്ന് കിടക്കുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു നല്ല ആരോഗ്യം കിട്ടിയതുപോലെ എന്നതുപോലെയായി. മാത്രമല്ല ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടും സുഗതൻ ഇപ്പോഴും നാട്ടുകാർക്കിടയിൽ ഹീറോയാണ്. അതെ അതെ, അത് ശ്രദ്ധിച്ചായിരുന്നോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഹീറോ അവിടെ ഒരു താരാരാധന സംഭവിച്ചിരിക്കുന്നു, വീരാരാധന എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ ശബരിനാഥൻ ഇതിനിടയ്ക്ക് ആ കൗൺസിലിനിടയ്ക്ക് ബഹളം ഉണ്ടായപ്പോൾ മാധ്യമങ്ങളോട് ഒരു ഡയലോഗ് അടിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇന്നലെ തൊട്ട് BJPക്കാർ ട്രോളാൻ തുടങ്ങിയേക്ക്. എന്താണെന്നറിയോ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ സുഗതനെ ഇവിടെ കയറ്റത്തില്ലെന്നാണ് ഇവിടെ കൗൺസിലിൽ ഈ കാപ്പ കേസ് പ്രതിയെ. പക്ഷേ വെട്ട് കിട്ടിയത് ആർക്കാണെന്നറിയോ? CPMകാർക്ക് ഇത്രയും മൂച്ചില്ല. ഇവിടെ ശബരിനാഥനാണ് ഇതിനകത്ത് ദുഃഖിതനായിരിക്കും. കാരണം അദ്ദേഹം ഒരു MLA ആയിരുന്ന ആള് ചെന്ന് കൗൺസിലറായിട്ട് അവിടെ ഇരിക്കണം. കഴിഞ്ഞ ഇലക്ഷൻ മത്സരിച്ചിട്ട് മേയറാകാൻ വേണ്ടി പോയതാണ്. മേയറും ആയില്ല, വെറും കൗൺസിലറായിരിക്കുക. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മന്ത്രിമാരുമായി. ഒരുപക്ഷെ അസംബ്ലി ജയിച്ചെങ്കിൽ മന്ത്രി ആവാനുള്ള സാധ്യതയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ കൊക്ക് പ്രയോഗം വെച്ച് ഇന്നലെ തൊട്ട് BJPക്കാർ ട്രോൾ ഇറക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം ഈ മാമുക്കോയും ജഗദീഷും കൂടെ ഒരു കടയിൽ കയറി. നമ്മുടെ ഒരു ഗജകേസരിയോ സിനിമയിലെ സീനാണ്. അപ്പോൾ ഇവർ കടയിൽ കയറി ഇരുന്നിട്ട് ഇദ്ദേഹം അയാളോട് ചോദിക്കുന്നതാണ്, ഓരോന്ന് ചോദിക്കാൻ, പോത്തുണ്ടോ പോത്ത്, കൊക്കുണ്ടോ കൊക്ക്. അപ്പോൾ ഈ മാമുക്കോയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആശാനിച്ചു. മറ്റവൻ്റെ നിലവിൽ ഓസിന് ഫുഡടിക്കാൻ. അപ്പോൾ ഈ ജഗദീഷ് ചോദിക്കുന്ന സീനാണ്, കൊക്കുണ്ടോ കൊക്ക്. അപ്പോൾ ആ കൊക്കിനെ ആ സീൻ എടുത്ത് വെച്ചിട്ടാണ് ശബരിനാഥൻ്റെ ആ പ്രസ്താവനയും അതിൻ്റെ പിന്നാലെയുള്ള ഈ കൊക്കുണ്ടോ കൊക്ക് എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് BJPക്കാർ ശരിക്കും ട്രോളാണ്. BJPക്കാർക്ക് ഏതാണ്ട് ഉറപ്പായി സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യും, സുഗതൻ കൗൺസിലറായി നിയമപരമായിട്ട് തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനിയും ഇവർ നോക്കിയ ആ പണി പാളി എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി അയാൾക്ക് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് എതിർക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇതേ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് 4 ആഴ്ചക്കുള്ളിൽ സത്യപ്രതിജ്ഞയാണ്. അപ്പോഴാണ് മജിസ്ട്രേറ്റ് കോടതി അയാൾക്ക് ഇതിനു വേണ്ടി ഇടക്കാല ജാമ്യം കൊടുത്തത്. ആ ഇടക്കാല ജാമ്യം ലീഗലായി കിട്ടണമെങ്കിൽ കാപ്പ കേസിൽ കൂടെ
ജാമ്യം കിട്ടി. ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അതെ, അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ വേണം കരുതാൻ. അത് അതിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എനിക്കൊന്ന് പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കാനുള്ള സാധ്യതയും ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്താണെങ്കിലും അത് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് ചോദിക്കുക. അതോടുകൂടി ഇവർക്ക് പെട്ടെന്നൊരു ഉണർവ് ഉണ്ടാകും. BJPക്ക് സുഗതൻ വഴി വെച്ച് കളിക്കാൻ നടത്തിയ ഒരു നീക്കം പാളി എന്ന് തന്നെയാണ് പറയേണ്ടി വരിക.